അങ്ങൊരു മാധ്യമപ്രവർത്തകനാണ്. അപ്പൊ അങ്ങ് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അങ്ങയുടെ ഭാഗത്ത് നിന്നുണ്ടാകാതിരിക്കുന്നതാണ് മാന്യത, മര്യാദ എന്ന് ഞാൻ അങ്ങയോട് വളരെ വിനീതമായിട്ട് അങ്ങയോട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് PMശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത്. അതിനുശേഷം വന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ PMശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കിടന്ന് നേരെ കേന്ദ്രത്തിന്റെ കാല് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് മാറിയില്ലേ? ഇവരെന്താ ഇത് നടപ്പിലാക്കിയില്ല എന്ത് സംഭവിക്കും? തട്ടല് വേണം. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നത് ഹെഡ്ഗേവാറാണ്, ഗോൾവക്കറാണ്, ചിലപ്പോൾ ഗോഡ്സെയുമാണ്. PMശ്രീയിൽ UDF സർക്കാരിന്റെ മലക്കം മറിച്ച് പ്രതിപക്ഷത്തിരുന്നപ്പോൾ സംഘപരിവാർ അജണ്ട എന്ന് വിളിച്ചെങ്കിലും ഇപ്പോൾ നിറം മാറി. പണം മുഖ്യം എന്ന നിലപാടായി. അധികാരത്തിലെത്തിയാൽ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ആ ധാരണാപത്രം അങ്ങ് തലസ്ഥാനത്തെ അധികാരത്തിന്റെ തൊട്ടടുത്തുള്ള ആമഴിയഞ്ചാൻ തോട്ടിന്റെ പരിസരത്തേക്ക് പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാടും വിശദീകരണവും. മുൻ സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞതാണ്, അവർ കുരുക്കി കഴിഞ്ഞതാണ്. തടഞ്ഞു വെച്ചിരുന്ന ഫണ്ട് അന്ന് അവർ അതിന് പിന്നാലെ കൈപ്പറ്റിയതാണ്. അപ്പോൾ ഇനി മറുവഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി കൈമലർത്തുന്നു. UDF നേതൃത്വം അപ്പാടെ കൈമലർത്തുന്നു. ഒരിക്കലും പിൻവാങ്ങാൻ കഴിയാത്ത ധാരണാപത്രം എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഗതികേടുണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? അന്ന് പൈസ കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ കൊണ്ടുപോയി ഒപ്പിട്ട് കൊടുത്തത് ഒരിക്കലും ഊരാൻ കഴിയാത്ത കുരുക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ എന്തുകൊണ്ട് സത്യസന്ധമായി പൊതുസമൂഹത്തോട് സമ്മതിക്കുന്നില്ല? അതെല്ലാം അട്ടത്ത് വെച്ചാണ് അതിനേക്ക് ഒറ്റുകൊടുത്താണ് അന്ന് ഒപ്പിട്ടത് ഒരു മഹാപാതകമാണ്. സത്യസന്ധമായി അത് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റു പറയാതെ നിങ്ങൾ ഈ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പരസ്യമായി ഏറ്റുപറയണം. അപ്പോ അതിനകത്ത് BJPക്ക് ഇപ്പൊ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? UDF സർക്കാർ പറയുന്നു വ്യവസ്ഥയോടുകൂടിയേ ഞങ്ങൾ ഇത് PMശ്രീ നടപ്പാക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ളത്. അത്തരൊരു വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന് സ്വീകാര്യമായിരിക്കും? അല്ല റാഷിദ, ഞാൻ ആദ്യം അങ്ങയോട് വിയോജിപ്പ് ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അവർ രണ്ടുപേരും പറയുന്നതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആ പദ്ധതി അവർക്ക് എതിർക്കാം, ആ പദ്ധതി മോശമാണെന്ന് പറയാം, ആ പദ്ധതിയെ കുറിച്ചിട്ടുള്ള അവരുടെ എല്ലാ വിയോജിപ്പുകളും പറയാം. പക്ഷെ അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ ഇതൊരു മഹാപാപമാണ്, മഹാപാതകമാണെന്നൊക്കെ അങ്ങ് ആവർത്തിച്ച് പറയുമ്പോൾ മലയാള മനോരമയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ എന്നുള്ള കാര്യം അങ്ങ് വ്യക്തമാക്കേണ്ടതാണ്. അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ അങ്ങ് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അങ്ങയുടെ ഭാഗത്ത് നിന്നുണ്ടാകാതിരിക്കുന്നതാണ് മാന്യത, മര്യാദ എന്ന് ഞാൻ അങ്ങയോട് വളരെ വിനീതമായിട്ട് അങ്ങയോട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, PMശ്രീ പദ്ധതിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ശ്രീ V ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞാണ് NEPക്ക് എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതായിരുന്നു വലിയ തോതിലുള്ള പ്രചരണം. അപ്പൊ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും ആ പഠിച്ചതിൽ നിന്ന് അത് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒപ്പുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സർക്കാർ ഒപ്പുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് SSK ഫണ്ടൊക്കെ അവരൊരു ഒഴിവ് കഴിവ് ന്യായം ഒക്കെ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതി വളരെ നല്ലതാണ് എന്നുള്ള ബോധ്യം വന്നതുകൊണ്ടാണ് അവർ അതിനകത്ത് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം വലിയ വിവാദം ഉണ്ടായപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. പിന്നീട് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ ചില മൈനോറിറ്റി വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇളക്കി വിടുകയും ഇപ്പൊ ഇവർ കുറച്ച് നേരത്തുമായിട്ട് പറയുന്നത് പോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം, കാവ്യ രാഷ്ട്രീയം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഈ വേണ്ട ബഹളങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചില വിഭാഗങ്ങൾ ഇളക്കി വിടുക എന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കഴിഞ്ഞ സർക്കാർ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്നൊരു നയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാകുന്നത്. അതുവരെയും അവർ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ തയ്യാറായിരുന്ന ആൾക്കാരാണ്. നമ്മുടെ രാജ്യത്ത് തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ PMശ്രീ പദ്ധതി ഒപ്പ് വെച്ച് കഴിഞ്ഞ സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ മമതാ സർക്കാരായിരുന്നു ഒപ്പുവയ്ക്കാൻ തയ്യാറായിരുന്നത്. വെസ്റ്റ് ബംഗാൾ ഉടൻ തന്നെ അത് ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. സ്കൂളുകൾ അലോട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല ഉള്ളത്, ഒപ്പുവെച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, INDI മുന്നണിയുടെ മറ്റ് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇവിടെയെല്ലാം എന്ത് കാവ്യ ഭീകരതയാണ് അല്ലെങ്കിൽ എന്ത് ഹിന്ദുത്വ ഭീകരതയാണ് ഇതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്? നോക്കൂ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ആ തുടർച്ച എന്ന് പറയുന്നത് ഇപ്പൊ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രം ഈ രാജ്യത്ത് പദ്ധതികൾ കൊണ്ടുവരിക അങ്ങനെയൊന്നും അല്ലല്ലോ. 1947 ഈ രാജ്യം സ്വതന്ത്രമാവുന്ന കാലഘട്ടം മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികളും വിവിധ തരത്തിലുള്ള പ്രോജക്ടുകളും ഒക്കെ ഇവിടെ നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറേണ്ടതുണ്ട്. നമ്മൾ 1970-കളിലും 80-കളിലും 90-കളിലെയും സാഹചര്യം അല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ സാധ്യതകൾ അനന്തമാണ്. നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ അവർക്കുണ്ടാകേണ്ടുന്ന സാധ്യതകൾ അനന്തമാണ്. നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലെ പോലെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ട് പുറത്തിറങ്ങുകയും ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് ജോലി ചെയ്യാൻ പോകുന്നിടത്ത് ഒന്നേന്ന് ഇവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരികയും
ചെയ്യുന്ന സമയത്ത് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് എന്നുള്ള നിലയിൽ അത് നഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ടാലന്റുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ US-ലേക്ക് പോകുന്നു, അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഓരോ കുട്ടിയെയും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ടാലന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ചിലർ വളരെ സ്പോർട്സിലായിരിക്കും, സ്പോർട്സിൽ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ സ്വിമ്മിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് എന്തുമാത്രം ഫോക്കസ് അവർ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഫുട്ബോളിലായിരിക്കും, അതിനകത്ത് എന്തുമാത്രം ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ അല്ലാത്ത ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലായിരിക്കും അവർ സ്കില്ല് കാണിക്കുന്നത് വളരെ ചെറുപ്പം മുതൽ. പക്ഷേ അവരുടെ മുഴുവൻ സ്വപ്നങ്ങളെയും അവർ അടിച്ചമർത്തേണ്ടി വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ഇരുന്ന് പഠിക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇവിടെ പഠിക്കുകയും വേണം, ഒപ്പം നിങ്ങളുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ മാറ്റിമറിക്കേണ്ടുന്ന കാര്യം എന്നോ കഴിഞ്ഞു. നമ്മളിപ്പോൾ 100% സാക്ഷരത എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു പ്രോജക്ട് കാലാകാലങ്ങളോളം റൺ ചെയ്തു. ഇനി നമ്മൾ ഈ 2026 എല്ലാവരും പേരെഴുതി ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ഓരോരുത്തരുടെ അണ്ടർലൈങ് ആയിട്ടുള്ള സ്കിൽസ് ഇല്ലേ, ഇത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ മനോഹരമായിട്ട് റാഷിദ് ഒറ്റ കാര്യം ഒളിമ്പിക്സ് വരുന്ന സമയത്ത്, അല്ല ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോ ഒളിമ്പിക്സ് വരുന്ന സമയത്ത് മാത്രം 140 കോടി ആൾക്കാരിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതെ, അവിടെ 1.5 ലക്ഷം പേരുള്ള രാജ്യത്തിനെത്തി, 15 ലക്ഷം പേരുള്ള രാജ്യത്തിനെത്തി. ഇങ്ങനെ മാത്രം കരയുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിന്റെ കാരണത്തിനെ നമ്മൾ കണ്ടെത്തി ചികിത്സിക്കണ്ടേ? ആ കാരണത്തിനെ കണ്ടെത്തി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിപ്പോ ഇതിൽ മാത്രമല്ല, ചിലർക്ക് സയൻസിലായിരിക്കും താല്പര്യം ഉണ്ടാവുക, പക്ഷെ അവരുടെ എന്താണ് ആ സ്കില്ലിനെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പക്ഷേ സമയപരിധിയോടെ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, താങ്കളോട് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനകത്ത് ചില വ്യവസ്ഥകൾ വെക്കും സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒപ്പിട്ടതുകൊണ്ട് ഇനി അതിന് പിൻവാങ്ങാൻ പറ്റില്ല. ഇതൊരു ഏകപക്ഷീയ വ്യവസ്ഥകളുള്ള ഒരു കരാർ കൂടിയാണ്. കാരണം ഇതിനകത്ത് പിൻവാങ്ങാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒപ്പിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഈ സിലബസിന്റെ കാര്യത്തിൽ സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ അടക്കം പല വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരായിരിക്കും ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. മുൻപ് ഇത് നടപ്പാക്കിയ സംസ്ഥാന സർക്കാരുകൾക്കൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പൊ കേരളത്തിന് മാത്രമായി കേന്ദ്രം വഴങ്ങുമോ? അല്ല, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് മാഹി എന്ന് പറയുന്നത്, അല്ല പോണ്ടിച്ചേരി. അവിടെ മാഹി, നമ്മുടെ മലയാളം സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂള്, അവിടെ ആ സ്കൂളിന് ലഭിച്ചിരിക്കുന്ന എന്തുമാത്രം ഗുണങ്ങളാണുള്ളത്. ആ നടപ്പിലാക്കി കഴിഞ്ഞ സ്കൂളിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. അവിടെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും സിലബസിനകത്ത് കയറി ഇടപെടാനോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഇവിടെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നോ, ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ചരിത്രമെന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടത്തിയതായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഇതിനോടകം നടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമുക്കറിയാവുന്ന മലയാളം സംസാരിക്കുന്ന നമ്മുടെ തന്നെ പ്രദേശം പോലെ കിടക്കുന്ന മാഹിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3-4 സ്കൂളുകളിൽ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുമായിട്ട് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോയി എന്നുള്ള ഒരു പരാതി ആർക്കും തന്നെ ഇല്ല. ശരി, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. ഈ സപ്പോസ് ഈ PM ശ്രീ ഫണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല, അല്ലെങ്കിൽ ഒപ്പുവെച്ച ശേഷം അതിന് സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കാതെ പോലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാത്ത തരത്തിൽ ഇപ്പോൾ മുൻ സർക്കാർ സ്വീകരിച്ച പോലെ ക്യാപ്റ്റൻ അഭിയാൻസ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ മരവിപ്പിച്ച് നിർത്തുന്ന രീതിയിലാണ് എങ്കിൽ വിദ്യാഭ്യാസ അവകാശത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തിനും കിട്ടേണ്ട SSA ഫണ്ട് പോലുള്ള സംഗതികൾ, നിർബന്ധമായും കൊടുക്കേണ്ട സംഗതികൾ, അത് കൊടുക്കില്ല എന്നുള്ള ഒരു പിടിവാശിയോ നിലപാടോ കേന്ദ്ര സർക്കാരിനുണ്ടോ? അല്ല, കേന്ദ്ര സർക്കാർ ഒരു നയം മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് ആ നയം മാറ്റം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇപ്പോ തമിഴ്നാടുമായിട്ടായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിനകത്ത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നത്. തമിഴ്നാട് എന്ത് ചെയ്തു? അവർ കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോടതിയിലേക്ക് പോയി അവർക്ക് കിട്ടാനുള്ള ഫണ്ടിന്റെ ഒരു വിഹിതം അവർ വാങ്ങിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥിതികളുണ്ട്, എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാമല്ലോ. പിന്നെ നമ്മുടെ SFIയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ അവർ കോടതിയിലേക്ക് പോകാൻ തയ്യാറാകാതിരുന്നത് അവർക്ക് അതിനകത്തുള്ള ശരി ബോധ്യപ്പെട്ട ാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരി അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അവർക്ക് മറ്റു പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ കോടതിയിലേക്ക് പോകാൻ എന്തായി എന്നുള്ള അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നിരുന്നില്ല. എന്നാലും പറയുന്നതാണ്, അല്ല അവര് സമ്മതിക്കേണ്ട, അവരുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന ആള് തന്നെ സമ്മതിച്ച കാര്യമാണല്ലോ. NEPക്ക് എന്താണ് കുഴപ്പം എന്നല്ലേ അദ്ദേഹം ചോദിച്ചത്. ഇവൻ BJPയുടെ ചോദിക്കാത്ത തരത്തിലുള്ള ഇന്റൻസിറ്റിയിലല്ലേ അദ്ദേഹം ഒന്ന് ചോദിച്ചത്, NEPക്ക് എന്താണ് കുഴപ്പം. അപ്പൊ ആ ശരി അല്ല, പിന്നീട് തിരുത്തിയതിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ബോധ്യം അദ്ദേഹത്തിന് വന്നിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പൊ അത് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യമാണ്. അവരിപ്പോ ഇപ്പൊ നിലവിൽ അത് സമ്മതിക്കുകയും വേണ്ട. പക്ഷെ അവർക്ക് ഉൾപ്പെടെ ബോധ്യമായ കാര്യമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനും ബോധ്യമുണ്ട്. ശരി, അതിനകത്ത് എഴുതി ചേർത്ത ഈ രാഷ്ട്രീയമായ മാനങ്ങളുള്ള വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് ഇതിന്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ ഈ കരാർ അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ MOUയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനം തോന്നുകയാണെങ്കിൽ അതിൽ അധികാരം കേന്ദ്രത്തിന് മാത്രം എന്നൊരു ക്ലോസ് ഉണ്ട്. അതാണ് ഇവിടെ ഇപ്പോൾ UDF സർക്കാർ അടക്കം മുൻ സർക്കാർ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഏകപക്ഷീയ സ്വഭാവമുള്ള ഒന്നായി BJPക്ക് തോന്നുന്നില്ലേ ശ്രീ യുവരാജ് ഗോകുൽ?
രണ്ട് കാര്യങ്ങളാണ് ശ്രീ റാഷിദ്. ഒന്ന്, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് BJP-യുടെ മാത്രം എന്ന് നമുക്ക് അവകാശപ്പെടാനൊന്നും സാധിക്കില്ലല്ലോ. ഇപ്പോ കേന്ദ്രത്തിൽ BJP മാത്രമേ അധികാരത്തിൽ വരികയുള്ളൂ എന്ന് അങ്ങ് തന്നെ അങ്ങ് പറയുകയാണോ? അല്ലല്ലോ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ കേന്ദ്രത്തിന്റെ തീരുമാനത്തിനായിരിക്കും മേൽക്കൈ കിട്ടുക എന്നുള്ള കാര്യം എത്രയോ കാലങ്ങളായിട്ട് ഈ രാജ്യം സ്ഥാപിതമായ കാലം മുതൽ അങ്ങനെ തന്നെയാണല്ലോ മുമ്പോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ MOU സൈൻ ചെയ്യുന്ന സംസ്ഥാന സർക്കാരുകൾ ഈ ക്ലോസ് എല്ലാം വായിച്ച് നോക്കി അവർക്കതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷമല്ലേ അവരതിനകത്ത് ഒപ്പുവെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ന്യൂസ് റൂം ഡിബേറ്റ് റൂമിനകത്ത് ഇരുന്നു കൊണ്ടല്ലോ നമ്മൾ ഈ വിഷയത്തിനകത്ത് ഒപ്പുവെക്കപ്പെടുന്നത്. നമ്മുടെ ചർച്ചയിലോ നമ്മുടെ തർക്കത്തിന്റെ ഒടുവിലോ അല്ലല്ലോ അത് സംഭവിക്കുന്നത്. മുൻ സർക്കാർ ഇത് ഒപ്പുവെച്ചപ്പോഴേ ഗോകുൽ അവർ മുന്നോട്ട് വെച്ചൊരു ന്യായം എന്ന് പറയുന്നത് ഈ ക്ലോസിന്റെ കാര്യമല്ല. ഒരൊറ്റ കാര്യം ഗോകുൽ, ഫണ്ട് കിട്ടിയില്ല അതുകൊണ്ട് ഒപ്പുവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ?